ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ സംസാരിച്ചു അല്ലെ? ഈ മജ്‌ലിസിൽ വെച്ച് പലർക്കും ഈ മജ്‌ലിസ് എന്താണ് മറ്റാന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടരെ, ഈ മജ്‌ലിസിന് സംഘടനയായിട്ടൊരു ബന്ധവുമില്ല, KNM-ആയിട്ടും ബന്ധമില്ല, മറ്റുള്ള ഒന്നുമായിട്ടും ബന്ധമില്ല. ഇത് ചുഴലി അബ്ദുള്ള മൗലവിക്കും മക്കൾക്കും കൂടാനുള്ള വീടാണിത്. ആ വീട്ടില് ചുഴലിക്കും മക്കൾക്കും നിസ്കരിക്കാനുള്ള സ്ഥലമാണിത്. ചുഴലിക്ക് 10 മക്കള്, 5 പെമ്മക്കള്, 15. ഇപ്പം ചുരുങ്ങിയത് 52 പേരക്കുട്ടികളുണ്ട് ചുഴലിക്ക്. ഈ 52 പേരക്കുട്ടികൾക്കും കൂടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കൊരു സഹോദരൻ ഫ്രീ ആയിട്ട് ഈ സ്ഥലം തന്നത്. നാളെ ആഖിറത്തിൽ അല്ലാഹു വലിയ വലിയ കൂലി കൊടുക്കട്ടെ. എന്തുകൊണ്ട്? ഉപ്പാക്കും മക്കളും ഇവിടെ നടക്കുന്ന കാലത്തോളം പ്രതിഫലം ആ ഉപ്പാക്ക് കിട്ടുമെന്ന് എനിക്ക് തന്ന സഹോദരന്റെ ബാപ്പ ആലിമാണ്, ഇന്ന് ബർസഖിലാണ്. ഇതിന്റെ രസമൊക്കെ അന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. ഇത് വിശ്വസിക്കുന്നിടത്തിനാണ് ഞാൻ. അങ്ങനെ ആ സഹോദരൻ എനിക്ക് സ്ഥലം തന്നു. ഞാൻ ഉണ്ടാക്കിയ വീടാണിത്, എന്റെ വീടാണിത്. ഇത് നാട്ടുകാർക്കുള്ള പള്ളിയല്ല. കാരണം എന്റെ മക്കളും പേരക്കുട്ടികൾ ഇപ്പം തന്നെ 54ഓളം വരുന്ന പേരക്കുട്ടികൾ കൂട്ടത്തിൽ 32, 34 ആൺകുട്ടികളാണ്. അതിൽ 6 ആഫിലീങ്ങളായി. നോക്കൂ നിങ്ങൾ, അയാള് ഇത് ചുഴലിക്കുട്ടി കുടുംബത്തിൽ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അവിടുന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഏത് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഈ വർത്താനം അവിടുന്നാണ് പറഞ്ഞത്. അതിന് ആരും ഉത്തരവാദിയല്ല, KNM-കാരെ കുറിച്ച് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് തടിയൂരാണ്. കാരണം KNM-കാരോട് നല്ല കുട്ടിയാണ്. ഇനി മേലാലാര് വർത്താനം പറയത്തുന്ന അയാളോട് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവസാനം അതിന് ന്യായീകരണം കണ്ടെത്തുന്ന ഒരു വഴിയാണ് അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചത് ഏതെങ്കിലും സംഘടനയുടെ പേര് അറിയണ്ടോ? അയാൾ ചോദിക്കുന്നു. ഏതെങ്കിലും സംഘടനയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്നോടത്തുള്ള മഹല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നോടത്തുള്ള ഇമാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മൗലവി അങ്ങനെ നിങ്ങൾ പറയണ്ട. നായ കാല് വെക്കുമ്പോൾ മനസ്സിലാകും എന്തിനാ കാല് വെക്കണതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ സുന്നികളെന്നോ നിങ്ങൾ ഇന്നോടത്തുള്ള ഇമാമെന്നോ അല്ലെങ്കിൽ ഇന്നോടത്തെ പള്ളിന്നോ പറയേണ്ടതില്ല മൗലവി. എല്ലാവർക്കും തിരിയാം. അത് പച്ചവെള്ളം പോലെ തിരിയുന്ന കാര്യമാണ് മൗലവി. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ വിഷയം എന്താ? ഞാൻ ഏതെങ്കിലും ഇന്ന സംഘടന തുടരാൻ പാടില്ല, ഇന്ന സംഘടന കാഫറാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന വ്യക്തി കാഫറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന പ്രസ്ഥാനം കാഫറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന നാട്ടിന്റെ മഹല്ല്, ഒരു മഹല്ലത്തിന്റെ പേര് വന്നിട്ട് അമ്മഹല്ലത്തിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന മുസ്ലിയാരെ തുടരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് നല്ല വിമർശനം വന്നു. സ്വന്തം സംഘടനയിൽ നിന്ന് വന്നു. ഫൈസൽ മൗലവിയെ പോലെയുള്ള ആളുകൾ നേരിട്ട് ഫോൺ വിളിച്ചിട്ടില്ലെങ്കിലും പല രീതിയിൽ വീഡിയോയിലും ഇപ്പോൾ ഹനീഫ് കായക്കൊടി അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ അദ്ദേഹത്തിന് നന്നായി പൊള്ളിയിട്ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഗുഹക്കുള്ളിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, ഫത്വ ഇറക്കുന്ന ആളുകളുണ്ട്, ഓലൊക്കെ എതിരെ തിരിയാണ്. അഥവാ റഫീഖ് സലഫി പല ആളുകളെ ഉന്നം വെച്ചിട്ട് ഇയാൾ പറയുന്നുണ്ട്, പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ. ഫൈസൽ മൗലവിയെ എന്നെ ഒന്ന് വിളിച്ചു നോക്കിയിടായിരുന്നോ? താങ്കളുടെ ആ മൻഹജു സലഫ് അതല്ലേ ഞാനും പറയണത്. ഇതൊന്നും എന്താൻ തിരിയാത്ത ആൾക്കാരുണ്ട്. അവർ കൊണ്ടുവന്ന വിഷയം വെച്ചുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാനുണ്ടായ കാരണം എന്താ? എനിക്കതിലൊന്നും വിഷയമില്ല. അത് ഇവിടെ ഒരു സംഘടന തിന്മയാണെന്നും പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ കുളത്തിലിറക്കി ഏതോ ഗുഹയിൽ പോയിട്ടിരിക്കുന്ന ഒരുത്തൻ ചുഴലി മുസ്ലിയാര് ഈ പറഞ്ഞത് കുഫറാണ്, ഞാൻ പറഞ്ഞത് കുഫറാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മാന്യതയില്ലേ? എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്റെ വാക്ക് ഇങ്ങനെ കളിക്കുമ്പം എൻ്റെ അടുത്ത കൂട്ടുകാരല്ലേ അവരൊക്കെ, അവർക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ കൂട്ടുകാരനല്ലേ? എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തും തഹക്കിക്കുക. ഈ പറയുന്ന സംഘടനക്കാര് അവരുടെ ഉസൂൽ അനുസരിച്ച് വലിയ അതായത് അവർ മാത്രമാണ് ലോകത്തെ ആലിമ്, വേറെ ആരും ആലിമല്ല, അവർ പറയുന്നത് എല്ലാവരും കേൾക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരിന് ഇൽമല്ല എന്ന് ഒരു ഗുഹയിൽ ഇരുന്നിട്ട് പറയുമ്പോ എന്നെ വിളിക്കാൻ അനുയായികളെ കൊണ്ട് മുരീദന്മാരുണ്ടല്ലോ, കുറെ അന്ധമായി അംഗീകരിക്കുന്ന തെരീഖത്തിന്റെ മുരീദന്മാരുണ്ടല്ലോ കുറെ എൻ്റെ കൂട്ടുകാര്. അവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റില്ല ഞാൻ എന്താണ് പറഞ്ഞത്. ആ പ്രസംഗം ഒന്ന് മുഴുവൻ അയച്ചു തരാൻ പറ്റുമോ? അതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ തിരുത്തി തരില്ലേ? ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ പറയുമല്ലോ, തെറ്റാണ് ഞാൻ തിരുത്തുകയും ചെയ്യുമല്ലോ. എന്നോടൊരു വാക്ക് പോലും പറയാതെ ചുഴലി മുസ്ലിയാർ കാഫറാക്കി എല്ലാവരെയും. നിങ്ങൾ ഈ വെറും ചാനലിൽ വന്ന കളവെടുത്ത് തിരിച്ചിട്ട് നിങ്ങൾ ഏത് ഉസൂൽ അനുസരിച്ചാണ് അത് എന്നെ കൈകാര്യം ചെയ്തത്?
നിങ്ങൾ പറയുന്നത് മന്നജു സലഫി മന്നജ് നിങ്ങൾക്കേ അറിയുള്ളൂ എന്ന്. സംഘടന തിരുമ്മിയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കൂടാരത്തിൽ കൂടിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരാളുണ്ട്. അയാൾ പറഞ്ഞത് എന്താണ്? മന്നജു സലഫ് അനുസരിച്ച് ഉസൂൽ അനുസരിച്ചാ പറയാൻ പറഞ്ഞു. നിങ്ങൾ ഉസൂൽ അനുസരിച്ചാണോ ഈ കാര്യം ചെയ്തിരിക്കുന്നത്? നിങ്ങളെ പരസ്യമായിട്ട് എന്നെ ആക്ഷേപിച്ചതും എന്നെ പരസ്യമായിട്ട് നിങ്ങൾ വീഴില്ലാത്തവനാണ്, വിഡ്ഢിയാണ്, മറ്റവനാണ്, മറിച്ചത് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളായിട്ട് ബന്ധമുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണോന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ഉസൂൽ അനുസരിച്ചാണോ എന്നെ വിഡ്ഢിയാക്കിയത്? ശക്തമായ വിമർശനം ഇയാൾക്ക് വന്നു. പല ആളുകൾ വിവിധങ്ങളായ കോണുകൾ. ഇയാൾ നാണം കെട്ടു. വീണ്ടും ഒരു പബ്ലിക് വേദിയോ സ്റ്റേജോ വേണ്ടേ? തൻ്റെ മക്കളെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇതേപോലെയെന്ന്, ഇതിൻ്റെ പൊരയാണെന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ഇയാള്. എന്നിട്ട് അദ്ദേഹം പറയാം, നിങ്ങളും മുസ്ലിയാരെ നിങ്ങൾ ഹുജ്ജത്ത് കൊണ്ടുവരണം, തെളിവ് ഹാജരാക്കണം. ചോലി മുസ്ലിയാരെ എല്ലാവരും കാഫിറാക്കി ഞാൻ ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ? സമസ്തക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടോ? സുന്നികൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന മഹല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനാണ് ചോലി മൗലവി പറയുന്നത്, നായ കാല് വെക്കുമ്പോൾ മനസ്സിലാകും എന്തിനാണ് കാല് പൊക്കിയത് എന്ന്. മുസ്ലിമീങ്ങൾക്ക് നേരെ കുഫ്ർ ചൊരിയാൻ യാതൊരു ഉളുപ്പുമില്ല, മടിയുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങൾ നോക്ക്, അയാൾ ചെയ്ത പരിപാടി അയാൾ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഗ്രാൻഡായി നബിദിനം കൊണ്ടാടിയ ആളാണ്, ഗ്രാൻഡായിട്ട്. ചുയലി മൗലവി, ഒരു കാലത്ത് നിങ്ങൾ അധികം വൈകിയിട്ടില്ലല്ലോ. നിങ്ങൾ ഒരുപാട് കാലം, നിങ്ങളുടെ നല്ല കാലുണ്ടല്ലോ. ആ കാലം നിങ്ങൾ എന്താ ചെയ്തത്? നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, ഉറുക്കുമന്ത്രം എഴുതി കെട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, സിയാറത്ത് നടത്തിയിട്ടുണ്ട്, ഉറൂസിന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, തവസ്സുൽ നടത്തിയിട്ടുണ്ട്, യാ ഗൗസ് മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ തന്നെ പറയാം, അന്ന് ഞാൻ മുശ്രിക്കൈനി, ഞാൻ കാഫിറൈനി അന്ന്. അപ്പൊ ഇയാളെ വിശ്വാസപ്രകാരം എന്തായാലും എന്താണ് ആ പ്രവർത്തനം ചെയ്യുന്ന ആൾ മുശ്രിക്കാണ്. ഇപ്പോഴാണ് അയാൾക്ക് വെളിപാട് കിട്ടിയത്. ഞങ്ങൾക്ക് ആ വെളിപാട് കിട്ടിയത് എങ്ങനെയെന്നും അയാൾ പറയുന്നു. ഏതായാലും അയാൾ ആ കഥ ഒന്ന് തുറന്ന് പറയട്ടെ. അയാൾ ഗ്രാൻഡായിട്ട് മീലാദ് പരിപാടി നടത്തിയതും അതുപോലെ തന്നെ കുത്തുബിയത്തിന് പോയതും. കുത്തുബിയത്തിന് പോയാൽ 50 അന്നേ കുത്തുബിയത്തിന് പോയാൽ 50 കിട്ടും, പിന്നെ നല്ല ഫുഡും കിട്ടും, അങ്ങോട്ട് വാഹനത്തിലാക്കി തരും, ഇങ്ങോട്ട് നടന്നു വരേണ്ടിയിരുന്നു മാത്രം. അദ്ദേഹം പറഞ്ഞ ഇങ്ങോട്ട് പോയതും അതിന് പൈസ കിട്ടിയതൊക്കെ അദ്ദേഹം പറയും. തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ അവിടെ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഖത്തീബ. അതുകൊണ്ട് തന്നെ സമസ്തക്കാരുമായിട്ട് എന്തെങ്കിലും സംഘടനാ ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു ഗതികേട് അള്ളാഹു തആല എനിക്ക് തന്നിട്ടില്ല. അതിന് കാരണം അള്ളാഹു വെച്ചത് ഇതാണ്, ഈ പരിഭാഷ. അവരെന്നെ അടുപ്പിച്ചില്ല, അവരെന്നെ സംഘടനാപരമായ കാര്യത്തിൽ കൂട്ടൂല തന്നെ. 1979 ഞാൻ പള്ളിക്കരയിലെ കല്ലിങ്കാൽ മദ്രസയിൽ സദറായിട്ട് നിന്നത്. നല്ല ഗ്രാൻഡായിട്ട് നബിദിന മഹാസമ്മേളനം നടത്തിയവനാണ് ഞാൻ. കല്ലിങ്കാലിൽ നിന്ന് പൂച്ചക്കാട് വരെ എല്ലാ മദ്രസ, തൊട്ടി മുതല് പള്ളിപ്പുഴ മുതല് പിന്നെ മഠം മുതല് അവിടെയുള്ള എല്ലാ മദ്രസയിലും കുട്ടികളെ കല്ലിങ്കാൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഭയങ്കരമായ ജാഥ, ഞാൻ മുമ്പിൽ നടന്നിട്ട് പാട്ടും പാടി ജാഥ നടത്തിയവനാണ് ഞാൻ. ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമായതിനു ശേഷം ആരെങ്കിലും നിങ്ങൾ പണ്ടങ്ങനെയല്ലേ എന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങളായിരുന്നു ചോദിക്കുക? ഉമർ റളിയല്ലാഹുവിനോട് ധൈര്യമുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ? ഉമറെ കൂടുതലൊന്നും പറയണ്ട, പണ്ടെന്താന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും? ഇല്ല. കുത്തിവെത്ത് വെച്ചിട്ടുണ്ട്. ഈ കല്ലിങ്കാല് വെച്ച് ഞാൻ കുത്തിവെത്ത് വെച്ചിട്ടുണ്ട്. 50 പൈസ കിട്ടും കുത്തിവെത്തിന് പോയാൽ. ആദ്യം കിട്ടല അവര് വെച്ചത്. കുത്തിവെത്ത് കഴിഞ്ഞാൽ കിട്ടിയ നെയ്ച്ചോറും ബിരിയാണി 50 പൈസയും കിട്ടും. കൊണ്ടുപോകുമ്പോൾ കാറിലാ പോവുക, വരുമ്പോൾ നടന്നിട്ടാ വരിക. ആവശ്യം തീർന്നല്ല. ഓൻ ചെയ്തിട്ട് നടന്നതും ഒക്കെ പിന്നെ ഉമ്മാനെ കുറിച്ച്, ഉമ്മ ഒരു ഖുറാഫിയായിരുന്നു, അന്ധവിശ്വാസിയായിരുന്നു, വരുത്തി തീർക്കണം. എന്നിട്ട് ഉമ്മാനെ തൗഹീദിലേക്ക് കൊണ്ടുവന്ന ഇയാളാണ്. ആ കഥ പറയാൻ. ഉമ്മാന്റെ വിശ്വാസം എന്താ? ഉമ്മാന്റെ ആങ്ങളയാകുന്ന കുഞ്ഞൗലക്ക, അദ്ദേഹം മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന ഒരു മഹാനാണെന്ന ഉമ്മന്റെ വിശ്വാസം. ജാറൊന്നും കെട്ടിപ്പൊക്കിയിട്ടില്ല. ഇയാൾ പറയും ജാറൊന്നും കെട്ടിപ്പൊക്കിയിട്ടില്ല. പക്ഷേ ഉമ്മക്ക് അള്ള കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞൗലക്കയാണ്, കുഞ്ഞോമദക്കയാണ്, ഒല്ലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ജാറം കെട്ടിപ്പൊക്കിയിട്ടില്ല. ജാറം കെട്ടിപ്പൊക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് എനിക്ക് മാറാമായിരുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നു. അയാളെ ഉമ്മരെ തന്നെയാണ് ആ മക്ബറുള്ളത്. എന്നിട്ട് ഉമ്മ അള്ള കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞോലൊക്കെ, ഈ സ്വന്തം ഉമ്മനെ നോക്കി നിങ്ങൾ കുഫ്രാരോപിക്കുന്നത്. ഉമ്മയെ അത്രയും വൈബിയച്ച ഒരു സ്ത്രീയായിട്ട് ഇയാൾ ചിത്രീകരിക്കുക. എന്നിട്ട് ആ ഉമ്മയെ തൗഹീദിലേക്ക് കൊണ്ടുവന്നത് ഈ മകനാന്നാ പറയണത്. എന്തെങ്കിലുമൊക്കെ നേർച്ച പൈസ അവിടുത്തെ ഉറൂസിന് വേണ്ടി കൊടുക്കും ഉമ്മ.
പക്ഷെ എനിക്ക് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഉമ്മക്ക് കൊടുക്കൂല, അത് വേറെ ഭാഗത്തേക്ക് കൊടുക്കും എന്നൊക്കെ ഇയാൾ പറയുന്നു. അത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഇയാൾ അതിൽ തട്ടിവിടുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടോ, ഹൈദ്, നിഫാസ്. ഇയാൾ പറയാ, പണ്ട് പള്ളി ദർസിൽ ഞാൻ കുറേ കാലം അശ്വരിയത്ത് പഠിച്ചു, അവിടുന്നൊന്നും തൗഹീദും ഒന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യമായിട്ട് തൗഹീദ് പഠിക്കാൻ കഴിഞ്ഞാൽ ആരടുത്തു നിന്നാണെന്നുള്ളത് ഈ ചുവേലി മൗലവി പറയണ്ട, ആരടുത്തു നിന്നാണ് തൗഹീദ് കിട്ടിയത് എന്ന്. അത്രമാത്രം വിഡ്ഢിത്തം വേറെ ആരോ പറയും. എന്നിട്ട് പള്ളി ദർസിനെ അവിടുന്ന് കിട്ടിയ അറിവിനെ കുറിച്ചൊക്കെ ഇയാൾ കൊച്ചാക്കി, നിസാരാക്കി. ഇയാൾക്ക് മുഴുവൻ അറിവ് കിട്ടിയതോ ആ പള്ളി ദർസിന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാരാ, ഉസ്താദുമാരാ, അവരൊന്നും ഒരു ചുക്കുമല്ല ഇയാൾക്ക്. ഇയാൾ പറയാണ് എന്ത്, ആ പള്ളി ദർസിന് സമൂഹത്തിന്, സമുദായത്തിന് കിട്ടിയതെന്താ? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, കുറേ മസലകൾ, ഹൈദ്, നിഫാസ്, മയ്യത്ത് കുളിപ്പിക്കൽ, ജനാബത്ത് കുളി, ഈലൊതുങ്ങി. തൗഹീദ് ആളെ പഠിപ്പിച്ചിട്ടില്ല. ഇയാൾ എവിടെ കിതാബ് ഓതിയതാവോ? ഇയാൾ ആരെടുത്താ, എവിടെയാണ് ഇയാൾ കിതാബ് ഓതിയതാവോ? പള്ളി ദർസിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, A to Z വരെ. അതിൽ ഫുറൂഇയാത്തുണ്ട്, ഉസൂലുകളുണ്ട്, അതിൽ തൗഹീദുണ്ട്, ഷിർക്കുണ്ട്. ഇയാൾ അന്ന് ആ തൗഹീദും ഷിർക്കൊന്നും പഠിക്കാത്ത കൊണ്ട് ഇയാൾ പിന്നെ ആരെടുത്തുന്ന ഈ തൗഹീദും ഷിർക്ക് പഠിച്ചത്? അയാൾ പറഞ്ഞിരുന്നു എന്താണ് മൗലവി തൗഹീദ്, എന്താണ് മൗലവി ഷിർക്ക്, എന്താണ് ഇബാദത്ത് എന്ന് ഈ പറയുന്ന മൗലവിമാർക്ക് കൃത്യമായിട്ട് അറിയില്ല. മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ മൻസൂരിൽ മാതുരിദി റളിയല്ലാഹു അൻഹു ഇത് സ്വീകരിക്കുന്ന സുന്നികളെ അശ്അരിയത്തിനെ കളിയാക്കുന്നു, തെറി പറയുന്നു, അവരെ മുശ്രിക്കുകളാക്കുന്നു. നോക്കൂ നിങ്ങൾ ഇയാൾ ചെയ്യുന്ന പരിപാടി. ആ പള്ളി ദർശനത്തിന് കിട്ടിയൊക്കെ അങ്ങനത്തെ വിശ്വാസങ്ങളും വിവരങ്ങളുമായിരുന്നു. പിന്നെ മറ്റത് കിട്ടിയോളെന്നാണ് ആൾ പറയുന്നത്. വലിയ തമാശ. അപ്പോൾ ഉമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് തരം താഴ്ത്തണം, സ്വന്തം മാതാവിനെ തരം താഴ്ത്തി നോക്ക് നിങ്ങൾ. അല്ല കഴിഞ്ഞാൽ പിന്നെ ഉമ്മക്ക് കുഞ്ഞുതൊക്കെയാണ്, കുഞ്ഞു മുഹമ്മദൊക്കെയാണ്. അയാൾ ഞങ്ങളെ കുടുംബത്തിലെ ഒരു ഔലിയായിരുന്നു, അദ്ദേഹത്തിന് മക്ബറയുണ്ട്, ഉമ്മ അവിടേക്ക് നേർച്ച കൊടുക്കും. എന്നിട്ട് ഇയാൾ പറയാണ്, നോക്കൂ നിങ്ങൾ, ഇയാൾ പറയുകയാണ്, എന്താ ഇയാൾ പറയുന്നത്? പറയുകയാണ്, എന്താ പറയുന്നത്? എൻ്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ പോയി, എൻ്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ ഇതാ അങ്ങനെ കാലങ്ങളോളം, വർഷങ്ങളോളം ഉമ്മ ഈ വിശ്വാസമായിട്ട് പോവുകയാണ്. ഉമ്മക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കും. ഉമ്മ രോഗശയ്യയിൽ കിടക്കുകയാണ്. ഉമ്മ രോഗശയ്യയിൽ കിടക്കുമ്പോഴേക്ക് ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ അല്ല ഉമ്മ, വളരെ സ്നേഹത്തോടെ നയപരമായി, യാക്ക് ഹിക്മത്ത് അറിയല്ലോ. ഉമ്മനോട് ചോദിക്കുക, ഉമ്മ രോഗശയ്യയില, ഉമ്മ അങ്ങളിപ്പോൾ കഴിഞ്ഞെടുക്കല്ലേ, നാളെ മശ്ശറയിൽ ഉമ്മക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാക്കനോട് എന്തെങ്കിലും കിട്ടുമോ ഉമ്മ? ഈ ഉമ്മൻ്റെ കാക്കയാണ്, ആങ്ങളെയാണ്, ഇയാളെ അമ്മനുമാണ്. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, ഉമ്മ രോഗിയായി കിടക്കുമ്പോൾ, ഉമ്മ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഉമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ കാക്കനോട് വല്ലതും കിട്ടുമോ? അപ്പൊ ഉമ്മ പറയാ, അല്ലെങ്കിൽ എന്നെ മകനെ, അള്ളാഹ്ക്കല്ലാതെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അള്ളാഹ്ക്കല്ലാതെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉമ്മയെ മുശ്രിക്കാക്കാൻ, കാഫിറാക്കാൻ ഇയാളെടുത്ത പരിപാടി നോക്ക് നിങ്ങൾ. ഇത്രയും കാലം ആ ഉമ്മ മുശ്രിക്കത്താണ്, കാഫിറത്താണ്. ഈ വാക്കങ്ങ് പറഞ്ഞതോടുകൂടെ ഉമ്മ തൗഹീദിലേക്ക് വന്നു. ഇയാളിലൂടെയാണ് ഉമ്മ തൗഹീദ് പഠിച്ചതെന്നാണ് ഇയാളെ വീരവാദം. ആ ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ ഉമ്മ സ്വാലിഹായ ഉമ്മയാണ്, നല്ല മനസ്സാണ്. അള്ളാഹു തആലയുടെ തൗഹീദ് അംഗീകരിക്കുന്നതോടുകൂടെ, അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലായി അംഗീകരിക്കുന്നതോടുകൂടെ സ്വന്തം ആങ്ങളെ ഒരു സ്വാലിഹായ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണല്ലോ ഉമ്മ പറയുന്ന ചരിത്രം പറഞ്ഞു തരുന്നത്. ആ ആങ്ങളെ അള്ളാഹുവിൻ്റെ അബദും അള്ളാഹുവിൻ്റെ വലിയ ആരിഫുമായി അംഗീകരിക്കുക എന്നല്ലാതെ ഇക്കാക്കക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് സ്വന്തമായി ഉക്കാക്കാക്ക് കൈകൊണ്ടെന്ന് ഉമ്മക്ക് വിശ്വാസമില്ല എന്നാണ് ആ പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. ഉമ്മൻ്റെ നാളിതുവരെയുള്ള വിശ്വാസം തന്നെ അങ്ങനെ. ഉമ്മ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഈ ഇക്കാക്ക അള്ളയാണ്, ഈ ഇക്കാക്ക ഇലാഹാണെന്ന് ഉമ്മ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഉമ്മക്ക് ഇപ്പോൾ തൗഹീദ് കിട്ടിയത് ഈ മകൻ്റെ ഈ വർത്താനത്തിലൂടെയാണ്. ഇയാൾക്ക് പത്രമേ ഉള്ളൂ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മ ഈ പറഞ്ഞ വർത്താനം. അല്ലെങ്കിൽ തന്നെ മകനെ അള്ളാഹ്ക്കല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
ഇയാൾ മനസ്സിലാക്കി വെച്ചത് സുന്നികളായ ആളുകൾക്കൊക്കെ ഇവിടുത്തെ മമ്പത്തെ തങ്ങളോ മൊയ്തീൻ ശൈഖോ ബഹുമാനപ്പെട്ട ഖാജ തങ്ങളോ സി എം വലിയുല്ലാഹിയോ അവർ സ്വന്തമായ കൈവിനാൽ സഹായിക്കാൻ കഴിയുമെന്നോ അവർ ഇലാഹുകളാണ്, അവർ ദൈവങ്ങളാണ് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നുണ്ട് എന്നല്ലേ ഈ മൗലവി ധരിച്ചു വെച്ചത്, അല്ലെങ്കിൽ ഈ മൗലവിമാർ ധരിച്ചു വെച്ചത്? അങ്ങനെ ആർക്കും വിശ്വാസം? സുന്നികൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട്. സുന്നികളെ പേര് അങ്ങനെ ഉമ്മ രോഗിയായിട്ട് കിടന്നു. ഞാൻ ഉമ്മാനടുത്ത് പോയിട്ട് അങ്ങനെ ഇരിക്കും തലക്കുമ്പത്ത്. എന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ മരിച്ചാൽ ഇക്കാക്കനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം നാളെ ആഹൃത്തി കിട്ടുമെന്ന് ഉമ്മാക്ക് തോന്നുന്നുണ്ടോ? കുഞ്ഞമ്മ സർക്കാരെ മരുവെക്കുന്നുള്ള അഡ്രസ്സിന്റെ നമുക്ക് നിങ്ങളൊക്കെ ഏതോ ആൾക്കാരെ വിളിച്ചിട്ട് ചർച്ചച്ചലി കണ്ടിട്ട് ഞാൻ അങ്ങനെയല്ല. എന്റെ സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് പച്ച ഷാളിന്റെ കുറവേ ഉള്ളൂ. ആ ജാറായത്തേക്ക് കോടികൾ വരും, എനിക്കറിയാം. എനിക്കെല്ലാം നിങ്ങൾ പറയുന്ന എല്ലാ യോഗ്യത ഉണ്ട്. പച്ച ഷാളിന്റെ കുറവേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് എന്റെ ഇക്കാക്കാന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് ഫാത്തിമ വിളിച്ചിരുന്ന നിങ്ങളൊക്കെ എന്റെ പിന്നാലെ വരും, എനിക്കറിയാം നന്നായിട്ട്. അങ്ങനെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മക്ക് തോന്നുന്നുണ്ടോ? അവരാരും കേൾക്കാണ്ട പറയാ. കാരണം അവർ കേട്ടോ, അപ്പൊ അബൂ താലിബിന്റെ അടുത്ത് അഷ്റഫ് ഒബുജയിലും പോയ മാതിരിയാണ്. ഞാൻ എന്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇക്കാക്കാരെ പോലെ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട് കുടുംബത്തിൽ തന്നെ. പെങ്ങന്മാരുണ്ട്, അനിയനും ഉണ്ട്. ഞാൻ ഇറങ്ങി അപ്പൊ തന്നെ ഇക്കാക്കാനെ വിട്ട് കളിക്കണ്ട കേട്ടോ. അവർക്കറിയാം ഞാൻ വന്ന അള്ളാനെ പറയും. ഒരു ദിവസം ഞാൻ ഉമ്മാനുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത്ര സന്തോഷം. ആ ഉമ്മാനെ കുളിപ്പിച്ചത് ഞാനാണ്, കഫം പൊതിഞ്ഞത് ഞാനാണ്, കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഞാനാണ്, കഫം പൊതിഞ്ഞത് ആദ്യമായിട്ട് നിസ്കരിച്ചത് ഞാനാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു തുറന്നു തന്നു എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉമ്മയോട് ഞാൻ പറഞ്ഞു, അറയിൽ ഇരുന്നിട്ട്, ഈ ഇക്കാക്കനെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉമ്മക്ക് നാളെ കിട്ടുന്ന ഉമ്മക്ക് തോന്നുന്നുണ്ടോ? ഇക്കാക്ക പോലും നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ പേടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഉമ്മാന്റെ കാര്യം ശ്രദ്ധിക്കാൻ എങ്ങനെ ഇക്കാക്കൊക്കെ കഴിയാം? ഉമ്മ എന്താ ആലോചിക്കാത്തത്? അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്ക്, മോനെ, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിൽ എന്തും കിട്ടും, അള്ളാഹിനെ കൊണ്ടല്ലാതെ. വല്ലാഹി ഞാൻ അന്ന് ആഗ്രഹിച്ചു സ്വർഗത്തിലാവും. മദ്രസയിൽ സ്വദർ മൗല്യമായ ആളാണ്, നബിദിനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്, വലിയ ഖുറാഫിയായ ആൾ. ഷിയായിസത്തിന്റെ ആളായിരുന്നു. ഇസ്ലാമിലല്ല. ഇയാൾ പറയാ, ഞാൻ അങ്ങനെ കുറേ കാലം അങ്ങനെയാണ്.